ഒരു കാടുണ്ടായിരുന്നു. മനുഷ്യൻ പോലും കയറാൻ പേടിച്ച ഒരു കാട്. പക്ഷേ ഒരു ദിവസം ആ കാട് മാറി ഒരു ഗ്രാമമായി. ആ ഗ്രാമത്തിന് ഒരു പേര് കിട്ടി, കരിക്കോട്ടക്കരി. വിനോയ് തോമസിൻ്റെ മനോഹരമായ ഒരു നോവലാണ് കരിക്കോട്ടക്കരി. ഒരു മനുഷ്യന് ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും? സ്വന്തമെന്ന് വിളിക്കാൻ ഒരു ചെറിയ ഭൂമി, ഒരു വീട്, സമാധാനമുള്ള ഒരു ജീവിതം, അല്ലേ? അങ്ങനെ ഒരു സ്വപ്നവുമായി ചില കുടുംബങ്ങൾ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആ കാട് പിന്നീട് ഒരു ഗ്രാമമായി മാറി, കരിക്കോട്ടക്കരി. അവർ അവിടെ വീടുകൾ പണിതു, ജീവിതമുണ്ടാക്കി, മക്കളെ വളർത്തി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി. ഭൂമി സ്വന്തമാക്കാൻ പറ്റും, പക്ഷേ ഒരു മണ്ണിനോട് മനസ്സ് ചേർക്കാൻ എളുപ്പമല്ല. പല തലമുറകൾ അവിടെ ജീവിച്ചു. ആദ്യത്തെ തലമുറയ്ക്ക് ആ ഗ്രാമം വളരെ അധികം പ്രതീക്ഷയായിരുന്നു. അടുത്ത തലമുറയ്ക്കാകട്ടെ അതൊരു ജീവിതമായിരുന്നു. പിന്നീട് വന്ന തലമുറയോ, അവർക്ക് ആ ഗ്രാമം പോലും സ്വന്തമെന്ന് തോന്നിയില്ല. അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു, പക്ഷേ വേരുകളില്ല. അങ്ങനെ കരിക്കോട്ടക്കരി ഒരു ഗ്രാമത്തിൻ്റെ കഥയിൽ നിന്ന് സ്വന്തം സ്ഥലം തേടുന്ന മനുഷ്യരുടെ കഥയാണ്. ചില കഥകൾ വായിച്ചു തീരില്ല, അവ മനസ്സിൽ തുടരും. കരിക്കോട്ടക്കരിയും അങ്ങനെ ഒരു കഥയാണ്. ഒരു ഗ്രാമത്തിൻ്റെ കഥ പോലെ തോന്നുന്ന, പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വന്തം സ്ഥലം എന്ന ചോദ്യത്തിൻ്റെ കഥ. കരിക്കോട്ടക്കരിയുടെ കഥ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. കഥയും കഥാപാത്രവും സ്ഥലങ്ങളുമെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾക്കും ഈ നോവൽ വളരെയധികം ഇഷ്ടപ്പെടും.